ഷിമോളെ നമുക്ക് അംഗനവാടിക്ക് പോണ്ടേ? അത് എന്തൊക്കെ വേണ്ടി മറ്റേ എന്തൊക്കെ വാങ്ങണ്ടേ അംഗനവാടിക്ക് പോകുമ്പോ? കളർ വേണം, പെൻസിൽ വേണം, കളർ വേണം, പെൻസിൽ വേണം, പിന്നെ ബാഗ് വേണം, പിന്നെ പുസ്തകം വേണം. അങ്ങനെ അവൾക്ക് അംഗൻവാടിക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ നേരെ ബാഗ് കടയിലേക്കാണ് പോയത്. അവിടുന്ന് കുറച്ച് ബാഗൊക്കെ നോക്കി അവൾ ഓരോ ബാഗ് എടുത്ത് നോക്കുന്നുണ്ട്. ആ ബാഗ് വേണം, ഈ ബാഗ് വേണം, 2 വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് വാങ്ങിയിട്ട് അതിക്കുള്ള വാട്ടർ ബോട്ടിലും പെൻസില് അതൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ നേരെ പോയത് മൊബൈൽ കടയിലേക്കാണ്. നമ്മൾ മൊബൈലൊക്കെ ഈ കടയിൽ നിന്നാണ് എടുക്കാറുള്ളത്. മൈക്രോഫോൺ വാങ്ങിയിരുന്നു. അപ്പോൾ അതിനെന്തോ ഒരു കംപ്ലൈൻറ്റ് കുറച്ച് കാലം മുന്നേ വാങ്ങിയതാണ് കേട്ടോ. 2-3 മാസം മുന്നേ വാങ്ങിയതായിരുന്നു. വോയിസ് കൊടുക്കുന്ന സമയത്ത് വോയിസ് ഒന്നും കേൾക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കൊണ്ടുകൊടുത്തതായിരുന്നു. അങ്ങനെ അത് അവരൊക്കെ ഒന്ന് ശരിയാക്കി തന്നു. പിന്നെ നമ്മൾ ഫോണൊക്കെ ഒന്ന് നോക്കി. ഫോണിപ്പോൾ പാസ്സാകാത്തതുകൊണ്ട് ഫോണൊന്നും വാങ്ങിയില്ല. ഇഷമോൾ പിന്നെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അവൾക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ ഓളെ പ്രായത്തിലുള്ള കുട്ടികളെ കിട്ടി അവൾ അവിടെ അങ്ങനെ അവരെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൾ കടയിലൊന്നും നിൽക്കില്ല, കടയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരും. സോനി അതൊക്കെ ഫോണൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയത്. നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ ഇങ്ങനെ മക്കളെ കയറ്റി ഇറങ്ങും കേട്ടോ. മക്കൾക്ക് എന്നാണെങ്കിൽ മദ്രസ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അവരെയും കൂട്ടിയിട്ടാണ് പോരല്. ഇഷമോൾ പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവളെ ഇറക്കി വിടാൻ തന്നെ പറ്റില്ല. കുറച്ച് നേരമൊക്കെ നമ്മൾ ആ കൊട്ടയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയി. പിന്നെ അവൾ ഇറങ്ങി പോവുക, മിഠായി പൊട്ടിക്കുക. പൊട്ടിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ തന്നെ എടുക്കും കേട്ടോ. എടുക്കലും പൊട്ടിക്കലും കഴിയും. കാക്ക അവിടുന്ന് പിടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഒരു മിഠായി പൊട്ടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഗ്രിൽ ലൗഞ്ചിക്കാണ് പോയത്. കോട്ടക്കുന്നിൻ്റെ അടുത്തുള്ള ഗ്രിൽ ലൗഞ്ച് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ആളവിടെ ചെന്നാൽ അടങ്ങിയാൽ നിൽക്കില്ല കേട്ടോ. ഇങ്ങനെ കസേരയിൽ ഇരിക്കുക, ടേബിളിൽ ഇരിക്കുക, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലായിരിക്കും. അത് നമുക്കുള്ള ഫുഡൊക്കെ ഒന്ന് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൈസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചിക്കൻ മാത്രമായിട്ട് പറഞ്ഞത്. ചിക്കൻ പെറിയും അതേപോലെ തന്നെ ബ്രോസ്റ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവരെ ഫുഡ്. ഫുഡ് കഴിക്കുന്നതിൽ ആൾ ഭയങ്കര പരിപാടിയിലാണ്. റെസ്റ്റോറൻറ്റ് ഇറങ്ങിയപ്പോഴും ആൾ ഭയങ്കര ഓട്ടത്തിലാട്ടോ. റോട്ടിലേക്ക് ഓടുക, പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിടിക്കാനും പറ്റും. ഈ ഒരു സംഭവത്തിന് എന്നിട്ട് പിന്നെ അവിടെ കളി മുഴുവനും